ഇതിൽ ആപ്പിനെ പൂട്ടാനോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ആം ആദ്മി പാർട്ടിയെ പൂട്ടിയത് മാർച്ച് 21-നാണ്. അപ്പോൾ തന്നെ പൂട്ടിക്കഴിഞ്ഞു. ഇനി നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? പൂട്ടാനുള്ള തുടക്കം അത് മാർച്ച് 21-ന് കെജ്രിവാളിന്റെ അറസ്റ്റോടെ നമ്മൾ കണ്ടിരിക്കുന്നു. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ. അതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള പോക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് തീരുന്നതോടെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതും ഉറപ്പാണ്. ഇടിവെട്ടിവന്റെ തലേ പാമ്പ് കടിച്ചോടാ ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച്. ഇതിൽ ജയിൽ കാ ജവാബ് വോട്ട്സെ അതൊരു മാർഗമാണ്. ആം ആദ്മി പാർട്ടിക്ക് ഇനിയും ഒരു പോരാട്ടത്തിനുള്ള ബാല്യം ബാക്കിയുണ്ടെങ്കിൽ ഇനിയും മത്സരിക്കാം. നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള എതിരാളിയാണ് അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാളിനെ നരേന്ദ്രമോദിക്കും BJPക്കും ഭയമാണ് എന്നൊക്കെ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് അത്രയും ചങ്കൂറ്റമുണ്ടെങ്കിൽ ജയിൽ കാ ജവാബ് വോട്ട്സെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. തെരഞ്ഞെടുപ്പിൽ വോട്ടിലൂടെ മറുപടി കൊടുക്കാം. ആ പ്രചാരണം വിജയിപ്പിക്കാം. പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാം. നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടല്ലോ. അപ്പോൾ രാജ്കുമാർ ആനന്ദ് രാജിവെച്ച് പാർട്ടി വിട്ടുകൊണ്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം വരെ രാജിവെച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളും ഇതോടൊപ്പം തന്നെ ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വിസ്റ്റ്. അപ്പം വിലപേശലില്ല, നിന്നെ കൊണ്ട് സ്ഥലത്ത് പോകാൻ കൊള്ളുമല്ലോ. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം മന്ത്രിസഭയിൽ നിന്നുള്ള ആദ്യത്തെ രാജിയാണിത്. ആ രാജി സമയത്ത് ആ വ്യക്തി തന്നെ പറയുന്നു, ആം ആദ്മി പാർട്ടി അഴിമതിയിൽ മുങ്ങിത്താഴ്ന്നു. ഭരണത്തിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. പട്ടിക വിഭാഗങ്ങളെ ആം ആദ്മി പാർട്ടി അവഗണിക്കുകയാണ്. ഇതൊക്കെ പറയുന്നത് BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളോ ഒന്നുമല്ല, കോൺഗ്രസുമല്ല. പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം പിക്കായ രാജ്കുമാർ ആനന്ദ് എന്ന മന്ത്രിയാണ്. വിധി പറയുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് കുറ്റകൃത്യത്തിലും ഗൂഢാലോചനയിലും കെജ്രിവാൾ ഉൾപ്പെട്ടതായി വ്യക്തമാകുന്ന തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെയും കൂട്ടാളികളുടെയും വാദമൊന്നും ഇനി നിലനിൽക്കില്ല. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും.